അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു റൂമിൽ നിന്നും പുറപ്പെട്ടു. ദുബായിൽ താമസിക്കുന്ന ഞാൻ ടിക്കറ്റ് എടുത്തത് അബുദാബി എയർപോർട്ടിൽ നിന്നുമാണ്. കാരണം തുച്ഛമായ തുകക്ക് തന്നെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇബ്നു ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്നും ഡയറക്റ്റ് ബസ്സിന് പോകാനാണ് തീരുമാനിച്ചത്. എന്നാൽ ബസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ബസ് ടെമ്പററിയായി ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു ബസ്സിന് കയറി അൽഷമഹ വില്ലേജിൽ ഇറങ്ങി അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴാണ് കുറച്ച് സമാധാനമായത്. കാരണം ഏകദേശം ടൈം എടുക്കാറായി. ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ നിന്നും യാത്ര ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെക്കിൻ നടപടികൾക്കായി ഞാൻ കാത്തിരുന്നു. അവസാനം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം മുൻപോട്ടേക്ക് നടന്നു. അവിടെ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതിന് കാരണം കൂടുതൽ വീഡിയോസ് എടുത്തില്ല. എല്ലാ നടപടികൾക്ക് ശേഷവും ഫ്ലൈറ്റിനായി കാത്തിരിപ്പാണ്. നല്ല മികച്ച ഒരു ശാന്തമായ ഒരു എയർപോർട്ടായിരുന്നു അബുദാബിയിലേത്. കാരണം ഓവർ ക്രൗഡഡ് ആയിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം എനിക്ക് പോകാനുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് വന്നു. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി. പിന്നീട് എത്രയും വേഗം തന്നെ പുറത്തു കടക്കുവാൻ വേണ്ടിയായിരുന്നു പിന്നീട് ചിന്തിച്ചത്. ഏകദേശം 1.5 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ചെക്ക് ചെയ്ത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഞാൻ ഇറങ്ങി. ഞാൻ വരുന്നത് കാത്ത് എൻ്റെ ജ്യേഷ്ഠനും മരുമകനും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ട സന്തോഷത്തിൽ അറിയാതെ ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ ഫസ്റ്റ് കാണുന്നത് എൻ്റെ മരുമകളെയാണ്. അങ്ങനെ അവർക്കെല്ലാം ഷെയ്ക്കൻഡ് കൊടുത്ത് പിന്നീട് കണ്ടത് എൻ്റെ ഉപ്പയാണ്. പിന്നീട് എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഞാനും സന്തോഷിച്ചു. ഇന്ന് നാട്ടിൽ പെരുന്നാളായതിനാൽ എല്ലാ ഫാമിലി മെമ്പർമാരും എൻ്റെ വരവിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ ചെറിയ ഒരു ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. See you next time.